ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയായ റെസിപ്പിയുമായിട്ടാണ്. മാംഗോ കുൽഫി. ഇത് ഞാൻ തയ്യാറാക്കുന്നത് വെറും പാലും പഞ്ചസാരയും അതുപോലെ മാംഗോ പൾപ്പും കൂടെ ഉപയോഗിച്ചിട്ടാണ്. ഇതിൽ ക്രീമൊന്നും യൂസ് ചെയ്യാതെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ എല്ലാവരും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഇതിനെ കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ എന്ന് വെച്ചാൽ 2 കപ്പ് പാലാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ പാലിനെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാല് നല്ല പോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ മാറ്റിയിട്ട് ഈ പാലിൻ്റെ അളവ് നേരെ പകുതിയാകുന്നത് വരെ ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പാല് കുറുകി നേരെ പകുതിയായി നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ നല്ല പോലെ തണുക്കാനായിട്ട് മാറ്റി വെക്കുക. അപ്പോഴേക്കിന് ഇതിലേക്ക് വേണ്ട മാംഗോ പൾപ്പ് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. ഇതിനിപ്പോൾ ഞാൻ മിക്സിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് അരച്ചിട്ട് മാംഗോ പൾപ്പ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ മാംഗോ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചൂട് പോവാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന പാലും കോൺഫ്ലോറും ചേർത്തിട്ടുള്ള കൂട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ചൂട് പോയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിനെ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. നല്ലപോലെ അടിച്ചെടുക്കൊന്നും വേണ്ട, ഇത് ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ല പോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതിനെ കുൽഫിയുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനായിട്ടിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ളൊരു പോപ്സിക്കൽ മോൾഡാണ്. പിന്നെ നമ്മൾ ഈ കുൽഫിയുടെ സ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ തന്നെ ടോപ്പാണ്. പക്ഷെ ഞാനിപ്പോൾ സ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ടോപ്പല്ല, പകരം ടൂത്ത് പിക്കാണ്. പോപ്സിക്കൽ മോൾഡ് ഇല്ലാത്തവർക്ക് ഇതുപോലുള്ള ഐസ്ക്രീം കപ്പൊക്കെ മോൾഡായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലുള്ള മോൾഡ് എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുൽഫിയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഈ മോൾഡിൽ മുഴുവനായിട്ടും കുൽഫിയുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യാം. പോപ്സിക്കൽ മോൾഡിൻ്റെ ടോപ്പ് ഉപയോഗിക്കുന്നത് അതന്നെ അങ്ങ് ഇറക്കി കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ 4 എണ്ണത്തിനെയും ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഓരോ ടൂത്ത് പിക്കും കൂടെ ഞാൻ ഇതുപോലെ കുത്തി ഇറക്കി കൊടുക്കുകയാണ്. ഇനി ഇതിനെ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും നല്ല പോലെ തണുപ്പിച്ചെടുക്കണം. ഓവർനൈറ്റ് വെക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇത് ഞാൻ ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. നമ്മുടെ ഈ കുൽഫിയുടെ മുകളിലുള്ള അലുമിനിയം ഫോയിലൊക്കെ ഒന്ന് നമുക്കിനി കളയാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കുൽഫി നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ടാപ്പിൻ്റെ താഴെ കാണിക്കുകയോ ജസ്റ്റ് 1 മിനിറ്റ് ഇതിനെ ഒന്ന് പുറത്ത് വെക്കുകയോ അല്ലെങ്കിൽ ചൂടുള്ള വെള്ളത്തിൽ ഈ മോൾഡ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ കുൽഫി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റാനായിട്ട് പറ്റും. ഇപ്പം ഞാനിത് ഒന്ന് ടാപ്പിൻ്റെ താഴെ കാണിച്ചതാണ്. കണ്ടില്ലേ, നമ്മുടെ കുൽഫി നല്ല പോലെ പുറത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് കാണാനും അതുപോലെ കഴിക്കാനും വളരെയധികം ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.